ആറ്റിങ്ങൽ അമർ ഹോസ്പിറ്റലിന്റെ 22ാം വാർഷികം ആഘോഷിച്ചു. അമർ ആശുപത്രിയുടെ 22ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് മാതൃശിശു സംഗമം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരും ചെയ്യാത്ത തരത്തിൽ 24 മണിക്കൂറും ഈ ആശുപത്രിയെ നന്നായി കാത്തു രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു MD കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ പരിമിതമാണ്. അതിലൊരാളാണ് ഈ ആശുപത്രിയുടെ MD എന്ന് പറയുന്നത്. ഒരു MD എന്ന രീതിയിലല്ല, A to Z. സാറ് തന്നെ പറഞ്ഞു, ഈ കെട്ടിടത്തിന്റെ ഓരോ കല്ലും എടുത്ത് വെക്കുമ്പോഴും അതിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പുണ്ടാകുക എന്ന് പറയുന്നത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷണമാണ്. ഇനിയും ഏറെ വർഷക്കാലം ഈ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ അദ്ദേഹത്തിനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ വസുമതി ജി നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൌൺസിലർമാരായി സുജി സിയും ശാന്തകുമാരി അമ്മയും സംബന്ധിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ സ്വാഗതം ആശംസിച്ചു. 22 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോഴേ അന്ന് നമ്മുടെ നാട്ടിലെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു മെറ്റേണിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഇല്ലായിരുന്ന കാലമാണ്. വിശേഷിച്ചും ആറ്റിങ്ങൽ, ട്രിവാൻഡ്രത്ത് തന്നെ 1-2 സെന്ററുകൾ മാത്രമേ ഉണ്ടായിരുന്ന കാലമാണ്. അപ്പം അന്ന് നിലവിലുള്ള സംവിധാനങ്ങളിലെ ഏറ്റവും മോഡേണായിട്ട് തുടങ്ങാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ചെറിയ സംവിധാനം തുടങ്ങുക എന്നായിരുന്നു അന്നത്തെ ഉദ്ദേശം. അന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, അന്ന് ഞാൻ ഇവിടെ ഈ സെൻട്രൽ ഓക്സിജൻ, അതായത് ഓക്സിജൻ സപ്ലൈ ട്യൂബിൽ കൂടെ വന്ന് രോഗികളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന സെൻട്രൽ ഓക്സിജൻ, അന്ന് ഇത് ചെയ്യാൻ ഈ നാട്ടിലെങ്ങും ആളില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു സംവിധാനം അന്ന് ആശുപത്രികളിലില്ല. ഒരു ട്യൂബ് ഒരു ടാപ്പ് തുറക്കുമ്പോൾ ഓക്സിജൻ വരുന്ന, അല്ലെങ്കിൽ ഒരു ടാപ്പ് തുറക്കുമ്പോൾ സക്ഷനുമായി ചെയ്യാവുന്ന ഒരു സംവിധാനം അന്ന് ഇവിടെ എങ്ങും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലാപ്രോസ്കോപ്പി, വീഡിയോ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന അന്ന് വളരെ മൈന്യൂട്ടായി, വളരെ വളരെ അങ്ങോട്ട് തുടങ്ങിയ കാലഘട്ടമാണ്. അന്ന് തന്നെ വീഡിയോ ലാപ്രോസ്കോപ്പിയിലെ ഏറ്റവും ഉന്നതമായ ലെവലിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഇവിടെ വീഡിയോ ലാപ്രോസ്കോപ്പി തുടങ്ങുന്നത്. അതുപോലെ അൾട്രാസൗണ്ട് സ്കാനിങ്, വളരെ അപൂർവം സ്കാനിങ് സെന്റേഴ്സും വളരെ ചെറിയ മെഷീനിൽ ചെയ്യുന്ന, എന്ന് വെച്ചാൽ ഇമേജസ് അത്ര സുന്ദരമല്ലാത്ത ഇമേജുകൾ കിട്ടുന്ന സ്കാനിങ് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല, ഏറ്റവും റെസൊല്യൂഷനുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ വെച്ചിട്ടാണ് ഇവിടെ ഈ പണി തുടങ്ങുന്നത്. അതുപോലെ 24 മണിക്കൂറും ആശുപത്രികളിലൊക്കെ ഡോക്ടർമാരൊക്കെ കാണും, പേരും കാണും, ഒക്കെ കാണും. പക്ഷെ സ്പെഷ്യലിസ്റ്റുകളുടെ 10-15 പേരുടെ പേരുണ്ടാലും അത്യാവശ്യം എന്നാൽ സ്പെഷ്യലിസ്റ്റായ അല്ലെങ്കിൽ നല്ല ഒരു കഴിവുള്ള ഒരു ഡോക്ടറെ അത്യാവശ്യത്തിന് ചിലപ്പോൾ കിട്ടത്തില്ല. അവിടെ ഉള്ള ആരെങ്കിലും നിങ്ങളെയൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള ഇവിടെ ഈ 22 വർഷവും സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത അവരുടെ സേവനം 24 മണിക്കൂറും, ഒന്നോ അതിൽ കൂടുതലോ ആളുകളുടെ, മിക്കവാറും 2 പേരുടെ ആയിരിക്കും. 2 പേരെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി, ഒരു ലൈഫ് സേവിങ് എമർജൻസി ഉണ്ടായാൽ ഒരാളിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ലൈഫ് സേവിങ് എമർജൻസി പ്രസവ സംബന്ധമായിട്ട് ഉണ്ടാകാറില്ല. ഒരു ബ്ലീഡിങ്ങോ വല്ലതും ഉണ്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 5-10 മിനിറ്റിനുള്ളിൽ പേഷ്യന്റിനെ കെയർ ചെയ്തെടുക്കണമെങ്കിൽ ഒരു ടീം വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അമ്മമാരും കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി വലിയൊരു ജനാവലി പങ്കെടുത്ത ചടങ്ങിൽ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു.
തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് ക്യാഷ് അവാർഡും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഇന്ദിര വിജയകൃഷ്ണന്റെ നന്ദി പ്രകാശനത്തോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു. HP News 24/7